തിരുവനന്തപുരത്ത് മയിലോട്ട് മൊഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വെള്ളിമൂങ്ങയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. കാക്കകൾ കൂട്ടം ചേർന്ന് ആക്രമിച്ച മൂങ്ങയെ മയിലോട്ടുമൊഴി സ്വദേശിയായ സുരേഷാണ് രക്ഷപ്പെടുത്തി വനം വകുപ്പിനെ ഏൽപ്പിച്ചത്. KCB ജീവനക്കാരനായി സുരേഷിന്റെ വീടിനോട് ചേർന്ന പറമ്പിലാണ് മൂങ്ങയെ കണ്ടത്. കാക്കകളുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് കൊത്തേറ്റ് നിലത്ത് കിടന്ന മൂങ്ങയെ കണ്ടത്. കാക്കകളെ അകറ്റിയ ശേഷം പേടിച്ചരണ്ട മൂങ്ങയെ സുരേഷ് കൂട്ടിലാക്കി. വനം വകുപ്പിനെ വിവരമറിയിച്ചു. ഈ കാക്കകളെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഉണ്ട് ഒരു മൂങ്ങ കാക്കകളെ കൂടെ ആക്രമിക്കുന്നതുണ്ട്. ഞാൻ പോയി കാക്കയെ ഓട്ടിച്ചു. പക്ഷെ മൂങ്ങ ശാല നേരം അവിടെ ഇരുന്നിട്ട് വീണ്ടും വെച്ച് പറന്നപ്പോൾ വീണ്ടും കാക്കകൾ കൊത്തി താഴെയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാൻ വീണ്ടും അത് വെച്ച് പറന്ന് റോഡിലോട്ട് പോയി. റോഡിൽ ചെന്ന് അടുത്ത് ഒരു വീട്ടിൻ്റെ മതിലിനകത്ത് വീണു. അവിടുന്ന് ഞാൻ അവിടെ ചെന്ന് അതിനെ പയ്യെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിലിട്ടു. എന്നിട്ട് റെസിഡൻസിൽ അറിയിച്ചു. അപ്പോൾ അവർ ഫോറസ്റ്റിൻ്റെ നമ്പർ തന്നു. അപ്പോൾ അതിനെ കാക്കകളെ ആക്രമിച്ചതിൻ്റെ ചുണ്ടിൻ്റെ അവിടെ ഒരു ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. വനം വകുപ്പെത്തി മൂങ്ങയെ കൊണ്ടുപോയി. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മൂങ്ങയെ കാട്ടിൽ തുറന്നുവിടുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അമൽ തിരുമ്പറമ്പിലാണ് നമുക്കിപ്പം ഉള്ളത്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത കണ്ടപ്പോൾ നമ്മുടെ ഈ സുരേഷ് ചേട്ടൻ, അതായത് മയിലോട്ടുമൊഴിയിലെ സുരേഷ് ചേട്ടൻ, ഈ വെള്ളിമൂങ്ങയ്ക്ക് രക്ഷകനായി വന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി അത് തന്നെയാണ് ആ ഇതിനെ മൂങ്ങയെ ഇത്രയും ഒരു രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ആ കാക്കക്കൂട്ടമൊക്കെ അതിനെ ആക്രമിച്ച് ഒരു പക്ഷേ അതിൻ്റെ ജീവൻ പോകുന്ന ഒരു അവസ്ഥ വരെ എത്തുമായിരുന്നു. ഇപ്പോൾ വനം വകുപ്പ് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത്? ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ വിശേഷങ്ങളും എന്തൊക്കെയാണ് അമൽ? സേതു, ഈ KCB ജീവനക്കാരനായ സുരേഷ് ഈ വെള്ളിമൂങ്ങനെ പിടിച്ചത് രക്ഷപ്പെടുത്താനായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ അകത്ത് പോയേനെ. അതാണ് അതിൻ്റെ നിയമം. വെള്ളിമൂങ്ങനെ ഒന്നും വെറുതെ അങ്ങനെ പോയി നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ജീവിയല്ല. അത് സംരക്ഷണ പട്ടികയിലേക്കുള്ള ജീവിയാണ്. അപ്പോൾ സാധാരണ നിലയിൽ ഒരാൾ വെള്ളിമൂങ്ങനെ പിടിച്ചു എന്ന വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഫോറസ്റ്റുകാർ വീട്ടിൽ പോയി വെള്ളിമൂങ്ങയെ അടക്കം കൂടടക്കം എടുത്തേക്ക് പോരാണ് പതിവ്. പക്ഷേ ഇതെന്തായാലും രക്ഷിക്കാനായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ വെള്ളിമൂങ്ങ ഒറ്റപ്പെട്ട് ഈ കൂട്ടമായി നടക്കുന്ന ജീവിയൊന്നുമല്ല, വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നതാണ്. അപ്പോൾ ഇത് വരുമ്പോൾ കാക്കകളുടെ ആക്രമണം സ്വാഭാവികമായി ഉണ്ടാകും. ഇതിന് ഈ അതിവേഗത്തിൽ ഇങ്ങനെ പറന്നു പോകാനൊന്നും പറ്റില്ല. വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജീവിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ആക്രമിച്ച സമയത്ത് കണ്ട് അതിനെ പോയി രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നു. അതിനെ കണ്ടാൽ നമുക്കങ്ങനെ പോയി പെട്ടെന്ന് പിടിച്ച് രക്ഷപ്പെടുത്താനൊന്നും തോന്നുന്ന തരത്തിലല്ല അതിൻ്റെ ഒരു ലുക്കും മട്ടും ഭാവമൊന്നും. കണ്ടാൽ തന്നെ ഒരു പേടിപ്പിക്കുന്ന ലുക്കാണ്. അപ്പോൾ പുള്ളി എന്താണെങ്കിലും പോയി അതിനെ എടുത്തു, രക്ഷപ്പെടുത്തി അതിനെ അവിടെ കൊണ്ടുവച്ചു. ശേഷം അതിൻ്റെ നിയമപരമായ രീതിയിൽ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിനെന്തോ പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പരിക്കെല്ലാം പരിഹരിച്ച ശേഷം കാട്ടിലേക്ക് തന്നെ തുറന്നുവിടാനുള്ള തീരുമാനമാണ് ഇപ്പോഴെന്തായാലും എടുത്തിരിക്കുന്നത്. ഫോറസ്റ്റുകാരും ഈ വിവരം അറിഞ്ഞ് അവിടെ എത്തി അതിന് വേണ്ട പ്രാഥമിക ചികിത്സയും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട്. ചുണ്ടിനൊക്കെ എന്തോ ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ സുരേഷിൻ്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ വെള്ളിമൂങ്ങയുടെ കാര്യത്തിലൊരു തീരുമാനമായേനെ. പക്ഷേ എന്തായാലും കൃത്യമായി ഇടപെടലുണ്ടായി. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വെള്ളിമൂങ്ങ വന്ന് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പിടിക്കാനൊന്നും മടിക്കും. ഒന്ന്, കേസിനെ പേടിച്ചിട്ട് പിടിക്കില്ല, അല്ല എങ്കിൽ അതിൻ്റെ ഒരു രൗദ്രഭാവമാണല്ലോ അതിൻ്റെ മുഖത്തുള്ളത്. അത് കണ്ടിട്ട് പിടിക്കില്ല. എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയിട്ട്. വെള്ളിമൂങ്ങയൊക്കെ കണ്ടിട്ടുണ്ട്. വെള്ളിമൂങ്ങ നേരത്തെ ഈ ആട് മാഞ്ചിയം സീസൺ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആട്, മാഞ്ചിയം, വെള്ളിമൂങ്ങ, പിന്നെ നക്ഷത്രയാമ, ഇതിൻ്റെയൊക്കെ കടത്തുള്ള സമയത്ത് ഇത് ഒരുപാട് ഈ പ്രത്യേകിച്ചും ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്നുമൊക്കെ ഒരുപാട് നക്ഷത്രയാമയില്ല, ബാക്കി പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പ് ഒരുപാട് നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ മേഖലയിലൊക്കെ നിരവധി വെള്ളിമൂങ്ങയെ പിടികൂടി അകത്ത് പോയ ആളുകളെയൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നെ ദൃശ്യങ്ങളിൽ സേതു നോക്കിയാൽ കാണാൻ കഴിയും. ഈ സാധാ മൂങ്ങയൊക്കെ പോലെയാണ്, പക്ഷേ വെള്ള കളറാണ്. ഇത് ഈ വെള്ളിമൂങ്ങയെ വീട്ടിൽ സൂക്ഷിക്കുന്നതും അതിനെ വളർത്തുന്നതും ഒക്കെ ഐശ്വര്യം വരും എന്നൊക്കെ വിശ്വസിച്ച് കുറേ മണ്ടന്മാരി നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എവിടെ കണ്ടാലും പിടിച്ചുകൊണ്ട് പോകുന്നതും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വ്യാപകമാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെള്ളിമൂങ്ങയെ അവർ വീട്ടിൽ വളർത്തും. അത് ഈ മണി പ്ലാന്റ് വീട്ടിൽ വളർത്തിയാൽ പൈസ ഉണ്ടാകും, പച്ചക്കുതിര വന്നാൽ പൈസ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് പോലെ ഇതും അതുപോലെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്തുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ പിടിച്ച് കടത്തിക്കൊണ്ട് പോകുന്നത് വ്യാപകമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ആളുകൾക്ക് ലേശം ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. വെള്ളിമൂങ്ങയുമായി പിടിയിലായി എന്നുള്ള വാർത്തയൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. എന്തായാലും സുരേഷിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. സേതു.